ഛത്തീസ്ഗഡിൽ സൈന്യം കഴിഞ്ഞ ദിവസം വധിച്ച 29 കമ്മ്യൂണിസ്റ്റ് ഭീകരരിൽ 15 പേർ സ്ത്രീകളാണ്. ഇവരിൽ നിന്ന് വൻ ആയുധശേഖരം കണ്ടെത്തിയതായും ബസ്തർ IG അറിയിച്ചു. आने वाले समय में भी इस विषय को और बेहतर कैसे कर सकते हैं उस दिशा में काम करेगा. ये भी जानकारी हम बताना चाहेंगे. जो कल की मुठभेड़ में हमारा 2 अधिकारी जवान जो जिसका इलाज के लिए रायपुर भेजा गया, BSF का इंस्पेक्टर साहब और हमारा जो DRG का जवान सूर्यकांत श्रीमाली और BSF के इंस्पेक्टर चौधरी साहब, इन दोनों का स्थिति अभी खतरा से बाहर है और रिकवर कर रहा है. उनका बेहतरीन ट्रीटमेंट रायपुर में हायर सेंटर में दी जा रही है. साथ साथ जो मुठभेड़ में घायल हुआ अन्य जो स्टाफ है जिनका साधारण चोट है वो फिर अपना लोकेशंस में उनका इलाज जारी है और उनका स्थिति भी सामान्य है और लगातार आसपास इलाके में भी रीइंफोर्समेंट पार्टी द्वारा सर्चिंग की जा रही है. प्राथमिक तौर पर इतना विषय हम रखना चाहते हैं. यदि आप लोग को कोई स्पेसिफिक कुछ और बात पूछना होगा या उसके पहले मैं SP साहब और DI साहब लोग से पूछूँ यदि मेरे से कोई विषय छूट गई होगा वो. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ ഉണ്ടായ ഏറ്റുമുട്ടൽ സൈന്യം കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി ഇതുമായി ബന്ധപ്പെട്ട ബസ്തർ IG എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? ലക്ഷ്മി, ബസ്തർ IG-യുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇന്നലെ 29 കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചത്. 4 മണിക്കൂർ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിന് ഒടുവിലാണ് 29 നക്സലുകളെ വനത്തിൽ സുരക്ഷാ സേന വധിച്ചത്. ഇതിൽ ഇപ്പോൾ ഈ ബസ്തർ IG വിശദീകരിക്കുന്നത് 15 സ്ത്രീകൾ ഈ ഭീകര സംഘത്തിലുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട 29 ഭീകരരെ പരിശോധിക്കുമ്പോൾ അതിൽ 15 പേർ സ്ത്രീകളും 14 പേർ പുരുഷന്മാരുമാണ്. ഇവരിൽ നിന്നും മാരക ആയുധങ്ങൾ കണ്ടെടുത്തുവെന്നും ബസ്തർ IG വിശദീകരിച്ചു. ഇപ്പോഴും ഈ വനമേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്. BSF അതിർത്തി രക്ഷാസേനയും അതോടൊപ്പം തന്നെ ഈ ജില്ലാ ആയുധങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്ന ഏജൻസികളും ചേർന്നുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടന്നത്. അതിനൊടുവിലാണ് ഇത്രയും ഭീകരരെ സുരക്ഷാ സേന ഒരുമിച്ച് വധിച്ചത്. ഗൗതം, മുതിർന്ന നക്സൽ നേതാവ് ഉൾപ്പെടെ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇനിയും ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സൈന്യത്തിന് ലഭിച്ച കൃത്യമായ വിവരം. ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ഇത്രയധികം കമ്മ്യൂണിസ്റ്റ് ഭീകരർ വധിച്ച സാഹചര്യത്തിലും തിരച്ചിൽ ഇപ്പോഴും തുടരുന്നത്. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ദിവസം സൈന്യം വധിച്ച 29 കമ്മ്യൂണിസ്റ്റ് ഭീകരരിൽ 15 പേർ സ്ത്രീകളാണ്. ഇവരിൽ നിന്ന് വൻ ആയുധശേഖരം കണ്ടെത്തിയതായും ബസ്തർ IG അറിയിച്ച സാഹചര്യമുണ്ട്. സുരക്ഷാ സേന അവരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് നക്സലുകൾ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. മുതിർന്ന നക്സൽ നേതാവിനെ ഉൾപ്പെടെ സൈന്യം വധിച്ചതായി റിപ്പോർട്ടുണ്ട്. ഏറ്റുമുട്ടലിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റ സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴും പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെ സൈന്യം വധിച്ച കമ്മ്യൂണിസ്റ്റ് ഭീകരിൽ 15 പേർ സ്ത്രീകളാണ് എന്നുള്ളതും ഇവരിൽ നിന്ന് വലിയ ആയുധശേഖരം കണ്ടെത്തിയതായും ബസ്തർ IG അറിയിച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ മേഖലയിൽ സുരക്ഷാ സേനയും കമ്മ്യൂണിസ്റ്റ് ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.